മ്യാൻമറിലും തായ്ലൻഡിലും ശക്തമായ ഭൂചലനം 7.7 തീവ്രതയും 6.4 തീവ്രതയുമുള്ള രണ്ട് ഭൂചലനങ്ങളാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ രണ്ട് ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമായി പുറത്തേക്ക് ഇറങ്ങിയോടി. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അജിന ചേരുന്നുണ്ട്. അജിന, നാശനഷ്ടം വലിയ തോതിലുണ്ടോ? ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? സിജു, ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതായത് മ്യാൻമറിൽ ഇരട്ട ഭൂകമ്പമാണ്. മ്യാൻമറിലും തായ്ലൻഡിലും ഭൂകമ്പം അനുഭവപ്പെട്ട് കഴിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 7.7, 6.4 എന്നീ തീവ്രതയാണ് ഈ ഭൂകമ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് മണ്ഡലായി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഈ കേന്ദ്രം അറിയിക്കുന്നത്. പിന്നീട് ആളപായത്തിനെ കുറിച്ച് വലിയ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ആളപായങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ മ്യാൻമറിൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മരണം എന്തെങ്കിലും ഉണ്ടായോ എന്ന് ഇതുവരെ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. പിന്നീട് വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കെട്ടിടങ്ങളെല്ലാം തകർന്നു വീണിട്ടുണ്ട്. അതായത് മണ്ഡലായിലെ പ്രശസ്തമായ ആവാ പാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു കെട്ടിടങ്ങളും തകർന്നു വീണിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പിന്നീട് മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ ഭൂകമ്പം, അതായത് മ്യാൻമറിലും തായ്ലൻഡിലും ഉണ്ടായ ഭൂകമ്പം ചൈനയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 7.7, 6.4 എന്നീ തീവ്രതയാണ്. ഈ ഇന്ത്യൻ സമയം എത്ര മണിക്കാണ് ഈ ഭൂചലനം ഉണ്ടായത്? ഏകദേശം ഒരു 12:50, അതായത് ഈ ഒരു 12:50 കൂടിയാണ് ഭൂചലനം ഉണ്ടായത്. ഈ ഭൂചലനത്തിൽ ഇനി എത്രത്തോളം അല്ലെങ്കിൽ മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ആളപായമൊന്നും ഇല്ലെന്നാണ് അവിടുത്തെ ആൾക്കാർ അറിയിക്കുന്നത്. എങ്കിലും നമുക്ക് ഇന്ത്യയിലും ബംഗ്ലാദേശിലും അടക്കം ഭൂചലനം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണോ പങ്കുവച്ചത്? ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ നിലവിൽ? ഇല്ല, സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ചൈനയിലെയും പല പ്രദേശങ്ങളിലും ഭൂകമ്പം ഉണ്ടായതാണ് വാർത്തകൾ പുറത്ത് വന്നിട്ടുള്ളത്. എത്രത്തോളം ഒരു സ്ഥിരീകരണം ആയിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാനായിട്ടില്ല. എങ്കിലും ഈ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും പല പ്രദേശങ്ങളിലും ഭൂകമ്പത്തിന്റെ ഒരു ഇതുണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്നത്. ശരി, അജിനയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മ്യാൻമറിലും തായ്ലൻഡിലും ഭൂചലനമുണ്ടായി, ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്ന വിവരമാണ് അജിന പങ്കുവച്ചത്.